ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കരങ്ങളെല്ലാം ഒന്ന് വീശി ഹല്ലേലൂയ നമ്മളെ കേൾപ്പിച്ച അത്ഭുത സാക്ഷ്യത്തിനായി പാസ്റ്റർ സുമയിലൂടെ ഹല്ലേലൂയ റൈസ് ഡെബറ, ഹല്ലേലൂയ ഡെബറയെ നീ എഴുന്നേൽക്കുക, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ നമ്മളെ വീണ്ടും കേൾപ്പിക്കാനിടയായി തീർന്നു. ഇത് ഭാരതത്തിന്റെ സമയമാണ്. വാവ്, ഹല്ലേലൂയ. നമുക്കിങ്ങനെ പറയാം, ഇത് എന്റെ സമയമാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഹല്ലേലൂയ. This is my time. This is my time. Hallelujah. This is our time. Hallelujah. Praise God, praise God, praise God. Hallelujah. വലിയ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. Anything can happen. എന്തും സംഭവിക്കാം. വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടാണ് നാം ദൈവസഭയിലേക്ക് നാം വരുന്നത്. ഇന്ന് ഇവിടെ ശുശ്രൂഷമാരെ ശുശ്രൂഷിക്കുകയാണ്. പക്ഷേ അദൃശ്യമായ നമ്മുടെ പിതാവാം ദൈവം, കർത്താവായ യേശു, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു വലിയ ഗണം ആ കരമൊക്കെ ഒന്ന് ചലിപ്പിച്ച് പാസ്റ്റർ ഓർപ്പിക്കുന്ന പോലെ നമ്മൾ ചലിച്ചാൽ നമ്മൾ ചലനങ്ങളായി തീരും. നാം ചലിക്കാതിരുന്നാൽ പിന്നെ ഇരിക്കുന്നിടത്ത് അങ്ങിരുന്ന് പോകും. How many of you want to be a movement? If you will move, then you will become a movement. നാം ചലിച്ചാൽ നാം ചലനങ്ങളായി തീരും. ആമേൻ. ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. നാം നവംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. And I want to prophesy and declare this morning that November 2025 is a month of great advance. വലിയ മുന്നേറ്റത്തിന്റെ വർഷമായി. അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ മുന്നേറ്റത്തിന്റെ ഒരു മാസമായി. തുടർന്നുള്ള സ്തോത്രം മാസങ്ങളും വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രവചന ശബ്ദം വരുമ്പോൾ അത് വ്യക്തിപരമായി നമുക്കതങ്ങ് പിടിച്ചെടുക്കാം, കുടുംബമായി നമുക്കതങ്ങ് ഏറ്റെടുക്കാം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദേശത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ റേഞ്ച് പോകുന്നതനുസരിച്ച് നമുക്കത് പിടിച്ചെടുക്കാം. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഇതുപോലുള്ള പ്രൊഫറ്റിക് വാക്കുകൾ, വചനം അല്ല, ഏത് ദൈവത്തിന്റെ വചനം വന്നാലും അതിനോട് നാം ഒന്ന് പ്രതികരിച്ചാൽ ആ സ്പോട്ടിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. രാത്രി മൊത്തവും ശിമോൻ പത്രോസ് അധ്വാനിച്ചു, ഒന്നും പിടിച്ചില്ല. പക്ഷെ കർത്താവ് പടകിൽ വന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഒരു മോമെന്റ് ആണ്. ഹല്ലേലൂയ. കർത്താവ് പടകിൽ വന്നിട്ടുണ്ട്. യേശു പടകിൽ ഉണ്ട്. നീ വരാൻ പോകുന്നു എന്നല്ല. He is in the boat. He is here this morning. Hallelujah. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ആ വാക്കിൽ നീ വലയിടുമോ? നിന്റെ മുൻ പരിചയം, മുൻ അനുഭവങ്ങൾ പലപ്പോഴും നമ്മളെ കൈകെട്ടിയിരിക്കുവാൻ പ്രേരിപ്പിക്കും. രാത്രി മൊത്തം ഞാൻ അധ്വാനിച്ചല്ലോ, ഞാൻ നേരത്തെ ഒന്ന് പ്രതികരിച്ചായിരുന്നല്ലോ. Hallelujah. But that's yesterday. Today is a new day. 2025 നവംബർ മാസം വലിയ മുന്നേറ്റങ്ങളുടെ ഒരു മാസമാണ്. This is a month of great advance and momentum. ചില വൻ കോട്ടകളെ പിടിച്ചെടുക്കുന്ന ഒരു മാസമാണ്. If you believe, say an amen. Hallelujah. ചില വൻ കോട്ടകളെ, സ്ട്രോങ് ഹോൾഡുകളെ പിടിച്ചെടുക്കുന്ന ഒരു മാസമാണ്. ചില വൻ മല്ലന്മാരെ നിർവീര്യമാക്കി എന്നേക്കും അവരുടെ ഓർമ്മയെ മായ്ച്ചൊളയുന്ന ഒരു മാസമാണ്. ഈ മാസത്തെ കുറിച്ചുള്ള ആ പ്രൊഫറ്റിക് വേർഡ് ഡിക്ലെയർ ചെയ്തിട്ട് 2 ശമൂവേൽ 5-ാം അധ്യായം 4-ാം വാക്യം തൊട്ട് 17-ാമത്തെ വയസ്സിൽ ദാവീദിനെ രാജകീയ അഭിഷേകത്താൽ പ്രവാചകനായ ശമൂവേൽ അഭിഷേകം ചെയ്യുക. ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുകയാണ്. ഹല്ലേലൂയ. 17-ാമത്തെ വയസ്സിലാണ്, പ്രായമൊത്തിരിയില്ല, യൗവനക്കാരനാണ്. ഇന്ന് ഉള്ള യൗവനക്കാരോട് നിങ്ങൾ ആർത്തിയോടെ, ആഗ്രഹത്തോടെ, നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് കണക്ട് ചെയ്താൽ, നീ കാട്ടിലാണെങ്കിലും, നീ കൊട്ടാരത്തിന്റെ ഉള്ളിലല്ലെങ്കിലും, നീ കൊട്ടാരത്തിന്റെ സൈന്യത്തിന്റെ കൂടെ അല്ലെങ്കിലും, നിന്റെ ഹൃദയം ദൈവത്തോടും ആരോടൊക്കെയോ ഞാൻ പ്രവചിക്കുകയാണ്. But if you will connect with the heart of God wherever you are, നീ എവിടെയാണെങ്കിലും നിന്റെ ഹൃദയം ദൈവത്തോടൊന്ന് കണക്ട് ചെയ്താൽ ദൈവത്തിന്റെ ആ പദ്ധതികളിലേക്ക്, പ്രവൃത്തികളിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. 17-ാമത്തെ വയസ്സിൽ അഭിഷേകം വീണത്, ദൈവത്തിന്റെ വിളി ദാവീദിന്റെ മേൽ വെളിപ്പെട്ടു എന്നത് സത്യമാണെങ്കിലും ഒരു 13 വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ട്. There is a price and there is a preparation. നിന്റെ വിളി എത്ര വലുതാണോ, നിന്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെന്റും നിയോഗം എത്ര വലുതാണോ, എത്ര ഘനമേറിയതാണോ, അത്ര അധികമാണ് നിന്നെ പരിശീലിപ്പിച്ച് എടുക്കുന്നത്. Somebody say, I'm willing. I'm willing to pay the price. I'm willing to go through the process. ആ പ്രൈസിലൂടെയും പ്രോസസ്സിലൂടെയും നീ പോയാൽ 13 നീണ്ട വർഷങ്ങൾ. 2 ശമൂവേൽ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായി. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ മേൽ പ്രവചനം എന്നേ കിടക്കുന്നു. പക്ഷേ there was a long awaiting season.
നീ അല്പത്തിൽ വിശ്വസ്തനെങ്കിൽ നിന്നെ പടിപടിയായി ഉയർത്തി നിന്റെ കയ്യിൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദങ്ങളുടെ നിവൃത്തി ദൈവം ഏൽപ്പിക്കും. വാവ്. ഇന്ന് പലരും വാഗ്ദത്തങ്ങളുണ്ട്, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിളിയുണ്ട്, അസൈൻമെന്റുകൾ ദൈവം നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവം നമ്മോട് സംസാരിച്ചുവെങ്കിൽ there is a process, there are phases. ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യും. God is a God who will test us, test our heart. നമ്മുടെ വിശ്വസ്തതയെ അളന്നും തൂക്കി നോക്കുന്ന ദൈവമാണ്. നിന്റെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചാണ് നിന്നെ ഉയർത്തുന്നത്. ആമേൻ. ആ കൈ നമുക്കൊന്ന് ഉയർത്താം. ഞാൻ വിശ്വസ്തനാണോ? ഞാൻ അല്പത്തിൽ വിശ്വസ്തനാണോ? അല്പത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ ആ അഭിഷേകത്തിന്റെ അളവും മാറ്റം വർദ്ധിക്കും. 30-ാമത്തെ വയസ്സിൽ ദാവീദ് ഇസ്രായേലിന്റെ മേൽ രാജാവായി തീർന്നു. നമുക്ക് പെട്ടെന്ന് വായിക്കാം. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസം യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിലും യഹൂദയ്ക്ക് 33 സംവത്സരവും രാജാവായി. 7 വർഷത്തിന്റെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ പിന്നെ 33 വർഷങ്ങൾ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി താൻ വാഴ്ച നടത്തുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു രാജകീയ അഭിഷേകം ചലിക്കുകയാണ്. നാം അത് കേൾക്കുകയാണല്ലോ. ഹല്ലേലൂയ. ദൈവസഭയിൽ വ്യത്യസ്തമായിട്ടുള്ള ദൈവിക ദൂതുകളും ആലോചനകളും നമ്മളിലേക്ക് ദൈവം റിലീസ് ചെയ്യുക. There is a kingly anointing. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ അധികാരവും കൂടെ കൂട്ടിമുട്ടുന്ന സീസണാണ്. God's power and his authority are coming together to create an explosion. ദാവീദിന്റെ മേൽ അഭിഷേകം വന്നു. അവൻ ശക്തിയിൽ വളരുകയാണ്. The anointing came upon him by his growing in authority and in power. 33 വർഷം ഇസ്രായേലിന്റെ മേൽ. അത് കഴിഞ്ഞ് തന്റെ ജീവിതത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമാണ് ചില പൈശാചിക വൻ കോട്ടകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് പറയുന്നു. ചില പൈശാചിക വൻ കോട്ടകളെ നൂറ്റാണ്ടുകളായി അനങ്ങത്തില്ല എന്ന് പറഞ്ഞ് ചില കണ്ണായ സ്ഥലങ്ങളെ പിടിച്ചെടുത്ത് അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ച യെബൂസ്യ ശക്തികളെ നിർവീര്യമാക്കി അത് സിയോൻ കോട്ടയായി ദൈവത്തിന്റെ പട്ടണമായി യെരൂശലേം പട്ടണമായി മാറ്റുവാൻ ദാവീദിനെയും ഇസ്രായേൽ ജനത്തിന്റെ മേൽ വ്യാപരിച്ച ഒരു ദൈവിക അഭിഷേകം, ഒരു രാജകീയ അഭിഷേകം, ഒരു ദൈവിക എരിവ്. 30 വയസ്സേ പ്രായമുള്ളൂ. He is only 30 years. പക്ഷേ ദാവീദ് തീരുമാനങ്ങൾ എടുക്കുകയാണ്. He is determined. Hallelujah. നമുക്ക് ആ ഭാഗം വായിക്കാം. Yes. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. അവകാശം വാഗ്ദത്തമൊക്കെ എത്ര നൂറ്റാണ്ടുകളായിട്ടുണ്ട്. എബ്രഹാമിനോട് തന്റെ വലിയ 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 അപ്പച്ചനോടുള്ള വാഗ്ദത്തമാണ് കനാൻ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അവിടെ കനാനിയരും പെരിസ്യരും യെബൂസ്യരും ഹിത്യരും നീണ്ട കൂട്ടം ആൾക്കാരാണ് വാഗ്ദത്തന്മേൽ കുടിയേറി പാർത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വാഗ്ദത്തം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ ഒരു ഭാഗമുണ്ട്, നമ്മുടെയും ഒരു ഭാഗമുണ്ട്. ഇവിടെ ദാവീദ് തിരിച്ചറിയുകയാണ് ഏറ്റവും കണ്ണായിരിക്കുന്ന യെരൂശലേം പട്ടണത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ഏറ്റവും നന്നായിരിക്കുന്ന നല്ല സ്ഥലമായിരിക്കുന്ന മലയോര പ്രദേശങ്ങളിൽ കണ്ണായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു കൂട്ടം പതിയിരിക്കുകയാണ്. അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. ദാവീദും തന്റെ സൈന്യവും. അതെ, ഈ സീസണിൽ സാധാരണ വിശ്വാസികളെ കൊണ്ട് ദൈവത്തിന്റെ യുദ്ധങ്ങളെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. യോസഫാത്തിന്റെ സമയത്തിൽ ദൈവം രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തു. പക്ഷെ സീസണുകൾ മാറി. ചില ദൈവത്തിന്റെ യുദ്ധങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന്റെ അഭിഷേകവും രാജകീയ അഭിഷേകവും തന്റെ ജനത്തിന്മേൽ പകർന്ന് നമ്മെ ദൈവത്തിന്റെ വൻമരുക്കളായി പുറത്തെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. നീ ഒന്നും യുദ്ധം ചെയ്യേണ്ട, ദൈവം യുദ്ധം ചെയ്യും. അത് നാണയത്തിന്റെ ഒരു വശമാണ് പ്രിയപ്പെട്ടവരെ. നാണയത്തിന്റെ മറൊരു വശമുണ്ട്. ചില സമയത്ത് രാജാവായ ദൈവം നമ്മളെ തന്റെ അഭിഷേകം കൊണ്ട് നിറച്ച് ഒരു ദാവീദിനെയും ഒരു യോദ്ധാക്കന്മാരെ 30 യോദ്ധാക്കന്മാരെയും ഹല്ലേലൂയ ഒരു വലിയ സൈന്യത്തെ പുറത്തെടുത്തതുപോലെ ഭാരത സഭയോട് നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, this is a battle anointing. Amen. Amen. Hallelujah. ഭാരതത്തെ നേടിയെടുക്കണമോ, ഭാരതത്തെ ഉണർവിലേക്ക് കൊണ്ടുവരണമോ, ദൈവത്തിന്റെ രാജ്യം ബലാത്കാരത്തോട് പിടിച്ചെടുക്കണമോ, it cannot happen without a battle. And for battles, kings are needed, generals are needed, army is needed, warriors are needed. ദൈവത്തിന്റെ യുദ്ധങ്ങളെ ജയിക്കുവാൻ മനസ്സുള്ളവരെല്ലാം കരങ്ങളെ. അതിന് രാജാക്കന്മാരെ ആവശ്യമുണ്ട്, യോദ്ധാക്കന്മാരെ ആവശ്യമുണ്ട്, പട്ടാളക്കാരെ ആവശ്യമുണ്ട്, സൈന്യത്തെ ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ അഭിഷേകമാണ് നമ്മുടെ മേൽ ചലിക്കുന്നത്. 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിലെ രാജാവായപ്പോൾ താൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേട്ട് മനസ്സിലാക്കി താൻ യെബൂസ്യ കോട്ടയിലേക്ക് അടുക്കുകയാണ്. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട് നീ ഇവിടെ കടക്കയില്ല, നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടുപ്പാൻ, നിന്നെ എതിർക്കുവാൻ, നിന്നെ തോൽപ്പിക്കുവാൻ, നിന്റെ പദ്ധതികളെ നിഷ്ഫലമാക്കുവാൻ
കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. ഓക്കെ, പരിഹാസത്തിന്റെ വാക്കുകളാണ്. ആമേൻ. ഡേവിഡ്, you are not mighty. നീ ഗോലിയാത്തിനെ വീഴ്പിച്ചു കാണും, പക്ഷെ ഈ കോട്ടയെ പിടിച്ചടക്കുവാൻ you are incapable. This is not possible. നൂറ്റാണ്ടുകളായി ഞങ്ങൾ ഇവിടെ വാണതാണ്. ഇത് ഞങ്ങളുടെ കയ്യിലാണ്. ഇത് വളരെ സുരക്ഷിതമാണ്. ഈ കോട്ട പിടിച്ചെടുക്കുവാൻ അസാധ്യമാണ്. ഞങ്ങളുടെ ജബൂസിയ മല്ലന്മാർ പറയുകയാണ്, ഞങ്ങളുടെ കുരുടരും മുടന്തരും മതി നിന്നെ തടയുവാൻ. ഹല്ലേലൂയ. ഇന്ന് ഭാരതദേശത്തിൽ ഉയരുന്ന പൈശാചിക ശക്തികൾ, ദൈവസഭയെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ മലയെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന് വൻ കോട്ടകളിൽ നിന്ന് ഉയരുന്ന ശബ്ദത്തിന് പ്രതിവിധിയായി ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് റിലീസ് ചെയ്യുന്ന ഒരു കരുത്താണ്, ഒരു അഭിഷേകമാണ്, ഒരു ഉറപ്പാണ് ഇന്ന് പകൽക്കാലം. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. പരിഹസിക്കുന്ന ശബ്ദമുണ്ട്, അസാധ്യത്തിന്റെ ശബ്ദമുണ്ട്. ദാവീദ്, നിനക്ക് കഴിയുകയില്ല. വ്യക്തിപരമായി ചില രോഗശക്തികളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വാണിരിക്കുന്നത്. ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയുകയാണ്. നീ പരീക്ഷ എഴുതിയിട്ടും മുമ്പോട്ട് പോകുവാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു ശക്തിയായിരിക്കാം. പാരമ്പര്യമായി കുടുംബമായി നീ എത്ര ശ്രമിച്ചാലും മുന്നേറാത്ത ഒരു കോട്ടയായിരിക്കാം. ഞാൻ ദൂത് പറയുന്നു, ദൈവത്തിന് എളുപ്പപ്പാട് നിന്നിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. നീ ഒന്ന് ഉണർന്നാൽ, നീ അതൊന്ന് വിശ്വസിച്ചാൽ, അത് എത്ര വലിയ യെബൂസ്യ താവളമാണെങ്കിലും എങ്കിലും ദാവീദ് യെബൂസ്യ താവളത്തെ പിടിച്ചടക്കും. ഒരു പിടിച്ചടക്കുന്ന അഭിഷേകം, ഒരു തൊരുത്തുന്ന അഭിഷേകം, തകർക്കുന്ന അഭിഷേകം, മുന്നേറുന്ന അഭിഷേകം. യെസ്, അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് തന്നെ ദാവീദിന്റെ നഗരം. അത് തന്നെ ദാവീദിന്റെ നഗരം. 2 Samuel chapter 5 verse 7 says, nevertheless David took the stronghold of Zion, and the same is the city of David. 1 ദിനവൃത്താന്തം 14-5 വാക്യത്തിൽ അത് തന്നെ നമുക്കൊന്ന് വായിക്കാം. 1 ദിനവൃത്താന്തം 1 Chronicles chapter 11 4 and 5. പിന്നെ ദാവീദും എല്ലാ ഇസ്രായേലും രാജാവിന്റെ പുറയിൽ ആ ദൗത്യത്തിന്റെ പിന്നാലെ ഒറ്റ കൂട്ടമായി, ഒരു മനപ്പെട്ട്, ഒരു ഹൃദയത്തോട്, ഒരു ദർശനത്തിന്റെ ഉടമകളായി ജനം ഹല്ലേലൂയ എഴുന്നേൽക്കുകയാണ്. ഇന്ന് നാം എഴുന്നേറ്റപ്പോൾ നമ്മിലും അങ്ങനെയുള്ള ഒരു ദൈവ പ്രവൃത്തി നടക്കുകയാണ്. David and all Israel went to Jerusalem, which is Jebus. അവിടെ ദേശനിവാസികളായ യെബൂസ്യർ ഉണ്ടായിരുന്നു. യെബൂസ്യ നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എങ്കിലും ഈ എങ്കിലും ഒന്ന് സീസണിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എത്ര വലിയ പൈശാചിക ശക്തികളാണ് കൂടിയിരിക്കുന്നതെങ്കിലും, എത്ര വലിയ ദുരാത്മ ശക്തിയാണെങ്കിലും, എത്ര വലിയ പ്രതിബന്ധമാണെങ്കിലും, എത്ര വലിയ കെടുതിയാണെങ്കിലും, ഇന്ന് പകൽക്കാലം നമ്മൾ വ്യാപരിക്കുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ആ കരം അടിച്ചോ, എങ്ങനെങ്കിലുമൊക്കെ നമ്മളിലേക്ക് ഒഴുകി വരുന്ന ചില വൻ കോട്ടകളെ, ചില വൻ പൈശാചിക കോട്ടകളെ ദൈവത്തിന്റെ പട്ടണമായി, സിയോൻ പട്ടണമായി, സിയോൻ കോട്ടയായി, ദാവീദിന്റെ നഗരമായി, യെരൂശലേം പട്ടണമായി. ഹല്ലേലൂയ. യെരൂശലേമിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? The city of Shalem, സമാധാനത്തിന്റെ പട്ടണം. ഹല്ലേലൂയ. യെരൂശലേം പട്ടണങ്ങളിൽ പട്ടണമായി ദൈവം തെരഞ്ഞെടുത്ത പട്ടണമാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. ജെറുസലേം, the city of peace. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, പൈശാചികം വാഴുന്ന വൻ കോട്ടകളെ തകർത്ത്, അതിനെ ബ്രേക്ക് ചെയ്ത്, അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ച്, അവിടെ ദൈവത്തിന്റെ ശലോം എന്ന ജയകൊടി നാട്ടി, അത് സമാധാനത്തിന്റെ പട്ടണമായി അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എന്റെ മേൽ ഒരു അഭിഷേകം, നിന്റെ മേൽ ഒരു അഭിഷേകം. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരത്തെ ഒന്ന് അടിച്ച് നമുക്കതൊന്ന് സ്വീകരിക്കാം. 2025 നവംബർ മാസം ഞാൻ വീണ്ടും പ്രവചിക്കുന്നു, നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നീ കാത്തിരിക്കുകയല്ല, നീ നോക്കിയിരിക്കുകയല്ല, നീ വന്നടിച്ചിരിക്കുകയല്ല. I'm walking into my territory. Amen. Amen. Hallelujah. Territorial takeoverന് വേണ്ടി ചില ദേശത്തെ പിടിച്ചെടുക്കുന്ന ഇന്ന് പകൽക്കാലം ഉയർന്നിരിക്കുന്ന സകല മലകളും അത് നിർവീര്യമാകട്ടെ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക അഭിഷേകം. Amen. Amen. Oh mountain, be made low, oh valley, be raised up. Oh mountain, be made low, oh valley, be raised up. Oh mountain, be made low. Hail, hail, Lion of Judah, let the lion roar. Hail, hail, Lion of Judah,
let the lion roar. Amen. ആ കരമടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Judah, ഒരു പ്രത്യേക അഭിഷേകം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. പൈശാചിക കോട്ടകളെ ദൈവത്തിന്റെ നഗരമാക്കി മാറ്റുവാൻ ഹല്ലേലൂയ നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവിക അഭിഷേകം. An anointing that changes every satanic, demonic stronghold to be a city of God. valley be raised up, oh mountain be made low. Amen. Hallelujah. Praise God. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് hallelujah get ready. Hallelujah. Hallelujah. ഒരു വലിയ ദൈവിക അസൈൻമെന്റും ദൈവിക നിയോഗമാണ് ദൈവം നമ്മുടെ മേൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് മുന്നേറാം. സ്തോത്രം. ഹല്ലേലൂയ. പൈശാചിക കോട്ടകളെ ദൈവത്തിന്റെ പട്ടണങ്ങളായി, ദൈവത്തിന്റെ നഗരമായി സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ഒരു തലമുറ. Hallelujah. A generation that knows how to bring heaven and heaven's government, heaven's will, heaven's purposes and assignment onto planet Earth. Amen. Praise God. Hallelujah.